ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ നിസാമി എന്ന് പറയുന്ന ഒരു കറിയാ. ഇനിയിപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ അതിന് എന്നാ പറയുക, കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമുക്ക് ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോഴത്തേന് അല്ലെങ്കിൽ അവിടെ ഒരു റിസപ്ഷന് പോകുമ്പോഴത്തേനൊക്കെ അവിടുത്തെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ചിക്കൻ കറിയെക്കാട്ടിലും ഒരു പിടി കൊതി കൂടും നമുക്ക് അവിടുത്തെ കറി കഴിക്കാനായിട്ട്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇതൊരു നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ നമ്മൾ റിസപ്ഷനും കല്യാണത്തിനും ഒക്കെ ചെല്ലുമ്പോഴത്തേന് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ചിക്കൻ കറിയാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ എന്നാൽ ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഒന്ന് വരും. പക്ഷെ ഇതിന് വേണ്ടിയ കാര്യങ്ങൾ നമ്മുടെ അടുക്കളയിലും കൂടെ ഉള്ളതേ ഞാൻ പറയത്തുള്ളൂ. എന്നാന്നുള്ളത് നോക്കിക്കോ. ഇതിന് വേണ്ടിയത് കുറച്ച് ജാതിപത്രി, പിന്നെ വേണ്ടിയത് കുറച്ച് തക്കോലം, കുറച്ചൊന്നുമില്ല, ഒരെണ്ണം മതിയാവും. പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് പട്ട, കുറച്ച് പട്ട അല്ല, ഒരു പട്ടയുടെ ഒരു ഇല മതിയാവും. പിന്നെ പട്ട, ഇത് സാദാ ജീരകം, പിന്നെ വേണ്ടിയത് കുറച്ച് ഗ്രാമ്പു, ഏലക്ക. ഇനിയുള്ളത് പൊടിയാ. അത് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചൊരു ജീരകപ്പൊടി മാത്രമേ എക്സ്ട്രാ ചേരുന്നുള്ളൂ. അത് വേണമെങ്കിൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത് കുറച്ച് ജീരകപ്പൊടിയാ, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചതാ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചതച്ചേച്ചാൽ മതി. പിന്നെ വേണ്ടത് ഇച്ചിരി തൈര്. ഇത് പോയിട്ട് കുറച്ച് മല്ലിയില ഇടാനായിട്ട് വേണം, കുറച്ച് അരിഞ്ഞു വെച്ചേക്കുക. പിന്നെ ഉള്ളതാന്നേൽ ഇച്ചിരി പച്ചമുളക്, അതൊരു ഇത്രയും 1 കിലോ കോഴിക്കാന്നേൽ ഒരു 6 എണ്ണം. പിന്നെ ഒരു 2 സവാള നീളത്തിലരിഞ്ഞത്. ഇതെന്നാന്നോ, കുറച്ച് ബദാം അരച്ചു വെച്ചേക്കുക. ഈ എന്നാന്ന് വെച്ചാൽ ഇതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പലണ്ടി അരച്ചാലും മതി, അല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചാലും മതി. ഇത് രണ്ടും ഇല്ലേൽ കുറച്ച് ഫ്രഷ് ക്രീം ഇതിനകത്ത് അല്ലേലും ചേർക്കുന്നുണ്ട്. ഒരു കപ്പ് എന്നുള്ളത് കുറച്ചുകൂടെ ഒരു 1/2 കപ്പ് എക്സ്ട്രായും കൂടെ ചേർത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ. അതിനെന്നാക്കിയാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഈ പൊടികളൊക്കെ തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നേരത്തെ ഇത് ഇച്ചിരി എന്നാ പറയുക, എപ്പോഴും നമ്മളൊരു ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാന്നേൽ മിനിമം ഒരു തലേന്ന് വെക്കുവാന്നേൽ ഏറ്റവും നല്ലത്. തലേന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാന്നേൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മിനിമം 1 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് ഒരു ½ ആൻ അവർ എങ്കിലും കിട്ടുവാന്നേൽ സന്തോഷമായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി എരിവ് അനുസരിച്ച് 6 പച്ചമുളക് നമ്മൾ 1 കിലോയ്ക്ക് ഇടുന്നുണ്ട്, അതനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ ടു 3 ടീസ്പൂൺ വരെ ഇടാം. എരിവ് ഉള്ളതാന്നേൽ 2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതിയേ. പിന്നെ മല്ലിപ്പൊടി, ഇത് കുറച്ച് ഗരം മസാലയാണ്. ഈ ഗരം മസാല ഈ പൗഡർ ഈ നമ്മൾ പാക്കറ്റ് മേടിക്കുന്ന അതിനെക്കാട്ടിലും നല്ലത് എന്നാന്ന് വെച്ചാൽ ഈ പൊടിക്കാനുള്ള മസാല കിട്ടും. ഞാൻ എപ്പോൾ ഉണ്ടാക്കുവാന്നേലും ഞാൻ ഇത് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത് എന്നാന്നറിയോ, നമുക്ക് ഇതിനെക്കാട്ടിലും കറിക്കൊരു ഫ്രഷ്നെസ്സും എല്ലാം വരുന്ന ആ ഒരു മസാല ഒരു പാക്കറ്റ് മേടിച്ച് ഒരുമിച്ച് അങ്ങ് പൊടിച്ച് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ അളവൊന്നും അറിയാൻ മേലാന്നുണ്ടെങ്കിൽ അളവോടുകൂടി പാക്കറ്റ് തന്നെ കിട്ടുമല്ലോ, അതങ്ങ് ഇച്ചിരി ഒന്ന് വറുത്തേച്ച് പൊടിച്ച് വെച്ചാൽ ഒന്നാമത്തെ കാര്യം മസാലയുടെ നല്ലൊരു മണമാണ് വരുന്നത്. ഇതിപ്പം കുറച്ചൊരു 1/4 ടീസ്പൂണോളം മതിയാവും. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ കുറച്ച് സ്പൈസസ് നമ്മൾ കറിയിലോട് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് ജീരകപ്പൊടിയാണ്, അതുകൊണ്ട് നമ്മൾ ജീരകം നമ്മൾ വഴറ്റാൻ നേരവും ചേർക്കുന്നുണ്ട്, അല്ലാതെ ഒരു ഇച്ചിരി പൊടിയും ചേർക്കുന്നുണ്ട്. അതും ഒരു 1/4 ടീസ്പൂണോളം മതി, അല്ലെങ്കിൽ ഈ ജീരകത്തിൻ്റെ ഒക്കെ കുത്തൽ നല്ലോണം വരും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കിലോ കോഴിയാന്നേൽ 1.5 ടീസ്പൂൺ ഇഞ്ചി 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മേടിക്കുന്നതായതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ചേർക്കണ്ട, കറക്റ്റായിട്ട് ഒരു 1.5 സ്പൂൺ മതി. പിന്നെ വേണമെങ്കിൽ മാത്രം നമ്മൾ രണ്ടാമത് ചേർത്തേച്ചാൽ മതി കേട്ടോ. ഇതിന് വിനാഗിരിയും എല്ലാം ഉള്ളതാണ്. പിന്നെ കുറച്ച് തൈര് ചേർക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ഇടാം, അല്ലെ കോഴിയേലൊന്നും പിടിക്കുകയില്ല. ഇച്ചിരി ഇടുന്നുള്ളൂ, അന്നേച്ച് നമ്മൾ ഉള്ളി വഴറ്റാൻ നേരം അതിനകത്തൂടെ കുറച്ച് ഇടാവേ. ഇതൊന്ന് ഇച്ചിരി നല്ലതായിട്ട് കുഴച്ചേച്ച് നമ്മൾ ഈ നോർത്തിൽ പോയിട്ടുള്ളവർക്ക് അന്നേരം അറിയാൻ നോക്കും, അവരിച്ചിരി ഫുഡ് കളർ ചേർക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നില്ല, ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് നോക്കാം. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ കോഴി അങ്ങ് ഇടുക.
ഇത് നല്ലതായിട്ട് അങ്ങ് തിരുമ്മി ആ കോഴിയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കണം. ഈ കോഴിയെ പിടിക്കാനുള്ള ഉപ്പ് മാത്രം തേച്ചാൽ മതിയെ, ഇട്ടാച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി ആ കറിയിലും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി പോവും. ഇനി ഈ ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ. അടുത്ത നമുക്ക് ആ ഗ്രേവിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് നമ്മളൊന്ന് തീ കത്തിച്ച് വെച്ച്, ഇത് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ട് നമുക്ക് എന്നതേലും എന്താ പറയുക, സൺഫ്ലവർ ഓയിലോ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. പക്ഷെ വെളിച്ചെണ്ണ വേണ്ട. നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി എണ്ണ ഒഴിക്കുന്നതായിട്ട് തോന്നുന്ന, പക്ഷെ ഞാൻ അങ്ങനെ ഒഴിക്കുകയില്ല. കാര്യം എന്നാന്നറിയോ, എല്ലാവരും പറയും ഇച്ചിരിയെ ഒഴിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ അങ്ങ് ഒത്തിരി നേരം ഒഴിച്ചുകൊണ്ടിരിക്കുവാന്ന്. അങ്ങനെയൊന്നുമില്ല, ഞാനൊരു ഇച്ചിരി ഒഴിക്കുന്നുള്ളൂ. അത് വരുന്ന ഒത്തിരി സ്ലോ ആയിട്ടാണ്, അതുകൊണ്ട് അത്ര നേരം ആവുന്നേ. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ജാതിപത്രിയുടെ മുഴുവനാന്നേൽ അത്രയും എടുക്കണമെന്നില്ല. ചെറുതാണെങ്കിൽ മാത്രം മുഴുവൻ എടുത്താൽ മതി. ഒരു ഇതള് കംപ്ലീറ്റ് അങ്ങ് ഇടുക. അന്നേച്ച് ഇതിനകത്തോട്ട് ഒരു തക്കോലം അതൊന്ന് പൊട്ടിച്ചിടുകയോ അല്ല അതങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പൊട്ടിച്ചിടുവാന്നെങ്കിൽ അതിൻ്റെയൊക്കെ ഫ്ലേവർ ഒന്ന് കയറാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഒരു 3-4 കുരുമുളക്, പിന്നെ ഉള്ളത് ഒരു പട്ടയുടെ ഇല. പട്ട ഇടുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇടുമ്പോഴത്തേന് ഇത് ഇച്ചിരി മെലിഞ്ഞതായിരുന്നു, ഇത് ഇച്ചിരി കട്ടിയുള്ള പട്ടയാണ്. അന്നേരം അതിൻ്റെ ഒത്തിരി ഇടരുത്, അതിൻ്റെ ഒരു കുത്തൽ മുന്നേ നിൽക്കും. അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം ഇടുന്നുള്ളൂ. ഇനി വേണ്ടിയത് കുറച്ച് ഗ്രാമ്പൂ, അതേപോലെ കുറച്ച് ജീരകം. ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി ജീരകം. കാര്യം നമ്മൾ അതിനകത്ത് ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ഒരു 3-4 ഏലക്ക. തീ ഒത്തിരി കുറച്ചേക്കുക. കാര്യം എന്നാന്ന് വെച്ചാൽ എനിക്കിനി ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്യണം. ഇത് നല്ലതായിട്ട് അങ്ങ് മൂക്കട്ടെ ഈ ഉള്ളിയെ. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും നല്ലത് ഉള്ളി ഒന്നെങ്കിൽ അരച്ച് ചേർത്ത് നല്ലതായിട്ട് വഴറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വഴറ്റ് വന്നേൽ ബിരിയാണിക്ക് നമ്മൾ വറുത്ത് കോരുന്ന പോലെ, ഉള്ളി വറുത്ത് കോരുകയില്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല മുരിക്ക് വന്നേൽ നമ്മുടെ ഗ്രേവി നല്ല തിക്കാവാനായിട്ട് എളുപ്പമാണ്. ഇനി അതോട്ട് ഇടുക. ഇത്രയും പോരാ, ഈ രണ്ടും വേണം. ആക്ച്വലി ഉള്ളിയൊക്കെ അരിയുമ്പോഴത്തേന് ഇങ്ങനെ കൈ പിടിച്ച് അരിയരുതെന്നൊക്കെയാണ് ഷെഫ്മാർ പറയുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 6 പച്ചമുളകും കൂടെ അങ്ങ് ചേർത്തേക്കാം. 1 കിലോയ്ക്ക് 6 പച്ചമുളക് കൂട്ടിക്കോ, അല്ലാതെ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് നോക്കിയാൽ മതി. 2ആയിട്ട് കീറി ഇട്ടേച്ചാൽ മതി. ഇത് ഇനി ഇച്ചിരി ഒന്ന് നല്ലതായിട്ട് വഴലട്ടെ. വഴറ്റി ആ ഒരു ബ്രൗൺ കളറാവുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആവണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ചിക്കനകത്ത് ഒരു തിക്നെസ് വരത്തില്ല ഗ്രേവി. ഇപ്പം ഉള്ളി ഒരു ഇച്ചിരി എന്നാ പറയാ മൂത്തോ എന്ന് ചോദിച്ചാൽ ബിരിയാണിയോളം മൂത്തിട്ടില്ല, എന്നാൽ മൂത്തില്ലെന്ന് ചോദിച്ചാൽ മൂത്തു, അങ്ങനെ പറയണം. ആ ഒരു പരുവായത്. ഈ സമയത്താന്നു ഞാൻ ഈ എന്നാ പറച്ചേ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ടങ്ങ് ഇടുവാണേ. ഇതൊന്ന് നല്ലതായിട്ട് ആ ഉള്ളിയും ചിക്കനും എല്ലാം കൂടെ ഒന്നായാൽ അന്നേച്ച് ഇതിനകത്ത് നമ്മുടെ ആ കുറച്ച് അരപ്പ് ആ പാത്രത്തേലൊക്കെ പറ്റിയിരിക്കുവല്ലേ, അതൊന്ന് ഞാൻ നല്ലതായിട്ട് കഴുകി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക. ഇനി ഇതും ആ ഉള്ളിയും അരപ്പും എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തേച്ച് ഞാനിവിടെ അരച്ചു വെച്ചിരിക്കുന്നില്ലേ അണ്ടിപ്പരിപ്പല്ല സോറി ബദാം, അത് നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ഇതിനകത്തോട്ടൊന്ന് ഞാൻ ചേർക്കുക. അതിൻ്റെ സ്വാദൂടെ ഇതിനകത്തൊന്ന് വന്നോട്ടെ. എന്നിട്ട് ഒരു ഇച്ചിരി നമ്മുടെ ക്രീമിനകത്തൂടെ ചേർക്കാനായിട്ട് ഇച്ചിരി ബാലൻസ് വയ്ക്കുക. ഇതിന് മാക്സിമം നമ്മൾ അരച്ച് വെച്ചേച്ച് റോസ്റ്റ് ചെയ്യുന്നതും വേവുന്നൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി നേരത്തെ ചേർക്കുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലേവർ ചിക്കനകത്തോട്ടും കൂടെ കയറും. മാത്രമല്ല ഗ്രേവി ഒന്ന് തിക്കാവാൻ സഹായിക്കും. അതും മാത്രമല്ല ഈ ബദാമിനൊരു വേവ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ പ്രോസസ്സും ഒരുമിച്ച് അങ്ങ് നടക്കുവേ. പക്ഷെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ ഈ നോൺ സ്റ്റിക്ക് പാനല്ല വെച്ചേക്കുന്നത്, അതുകൊണ്ട് തീ കുറച്ച് വെച്ചാലും അത് അടി പിടിക്കുകയില്ല. പക്ഷെ നമ്മൾ സാധാ ഒരു ചീനച്ചട്ടിയിലേക്കൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കണ്ണ് ഇതിലോട്ട് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും.
ഇങ്ങനത്തെ ചിക്കൻ കറിയിൽ ഞാൻ സാധാരണ എപ്പോഴും പറയാറുണ്ട് ചിക്കനിൽ നൂറുന്ന വെള്ളം തന്നെ മതി നമുക്ക് ചിക്കൻ വേവാനായിട്ട്. പക്ഷെ എന്നാന്നറിയോ, ഇപ്പം നമ്മൾ ഇതിനകത്ത് ബദാമും ഫ്രഷ് ക്രീമും എല്ലാം ചേർക്കുമല്ലേ, അന്നേരം ഉണ്ടല്ലോ പെട്ടെന്ന് ഈ ഗ്രേവി അങ്ങ് കുറുകും. അപ്പം നമ്മൾ ചിക്കന് വേവാനുള്ളതായിട്ടുള്ളൊരു വെള്ളം ഇതിനകത്തോട്ട് അത്രയും വരികയില്ല. ഇങ്ങനെ നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ പെരണ്ടിരിക്കും. പക്ഷെ അത് ഒക്കത്തില്ല, ഇതിന് ഇച്ചിരി ചാറ് വേണ്ടേ. എല്ലാ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഒരു കറി വെക്കുവാന്നേലും ചാറിനാണ് പ്രാധാന്യം കൂടുതൽ. അതുകൊണ്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഞാൻ ചേർക്കുക. ഇതിനകത്ത് ഇനി അഥവാ ഫുഡ് കളേഴ്സ് അങ്ങനെ വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ കുറച്ചുകൂടെ റെഡിഷ് കളറായിട്ട്. ഓക്കെ, ഇച്ചിരി കൂടി വെള്ളമൂടെ ഒഴുകുവാന്നേ, എന്നാൽ ആ ചിക്കൻ ഒരു വേവാനുള്ള ഇതും മാത്രമല്ല ഗ്രേവി നമുക്ക് കിട്ടത്തുള്ളൂ, ഇതിലേക്ക് കിട്ടുകയില്ല. ഓക്കെ, ഇതിനകത്ത് ഞാൻ എന്തായാലും ഉപ്പ് ചിക്കൻ പുരട്ടിയപ്പോഴും ചേർത്തായിരുന്നു, ഉള്ളി മൂപ്പിച്ചപ്പോഴും ചേർത്തായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ വേകാൻ നേരം ചേർക്കുന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അതൊന്ന് തിളച്ചൊരു പകുതി വേവാകുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അതിനകത്ത് ഇനി എന്നതാ കുറവെന്നുള്ളത്. ഈവൻ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ആവശ്യമല്ല, ഞാൻ പറഞ്ഞാൽ ഉപ്പിൻ്റെ കുറവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. തൈരും പുളി എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. ഇനി ഇത് ആ ചിക്കനെ പിടിച്ചൊന്ന് വേവാനുള്ള സമയമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് എന്നാന്ന് വെച്ചാൽ ക്രീമും ബാക്കിയുള്ള ബദാമുമാണ്. അത് നമുക്കിനി വെന്തതിന് ശേഷം ചെയ്യാം. അടച്ചു വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടെ ഉണ്ട്, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടോ. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിനകത്തോട്ട് ഇറങ്ങണമല്ലോ. മുഴുവൻ തീർത്തേക്കല്ല, അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി വേണം. വീട്ടിലാണ് നമ്മൾ വെക്കുന്നതെങ്കിലും അതിനൊന്നും ഒരു കുറവും നമ്മൾ വരുത്തണ്ട. നല്ലതായിട്ട് അലങ്കരിച്ചൊക്കെ തന്നെ നമ്മുടെ ടേബിളെ കൊണ്ട് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് ഇച്ചിരി നേരം ചിക്കൻ്റെ ഒരു വേവ് അറിയാലോ, മാക്സിമം 20 to half an hour അത്രയും മതിയാവും ചിക്കന് വേവാനായിട്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ എന്താ പറയുക, മുക്കാലല്ല ഏകദേശം വെന്തു. ഇനി ചേർക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഫ്രഷ് ക്രീമാണ് ചേർക്കാനുള്ളത്. ആ ബാക്കി വന്ന ബദാം ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൂടെ ചേർത്ത് ഒന്ന് തിളയ്ക്കുവല്ലേ, അത്രയും മാത്രം മതി. ഇതിനകത്ത് ഇച്ചിരി കസൂരി മേത്തിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ധാരാളം ഇടാം, മല്ലിയില ധാരാളം ഇടാം. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ച് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കുകയാണെങ്കിലും നല്ല സ്വാദാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽ കൂട്ടാം, അത്രേ ഉള്ളൂ. കുറച്ചിരിക്കട്ടെ, നമുക്ക് അവസാനം ഡ്രസ് ചെയ്യുമ്പോഴത്തേന് ഇച്ചിരി ചേർക്കാമല്ലോ. Kitchen. Let's cook with love.